ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോണും പ്രസ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ക്യാബേജ് തോരനാണ്. ഈസി ആൻഡ് പീസി. ഏത് പേർക്ക് പെട്ടെന്നൊരു 5 മിനിറ്റിനകത്ത് നമുക്കിത് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ലഞ്ചിനൊക്കെ പെട്ടെന്നാവും. കാലത്ത് അമ്മമാർക്കൊക്കെ ഇത് അടിപൊളി റെസിപ്പിയാണ്. ഈ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് വയ്ക്കുക. ഉപ്പും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ ഈ ക്യാബേജിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളവും എല്ലാം ഇങ്ങി വരും. അപ്പം നമുക്ക് അതൊന്ന് തോരനാക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ ഈ ക്യാബേജിനകത്ത് കുറേ വാട്ടർ കൺസിസ്റ്റൻസി കൂടുതലാണ്. അപ്പോൾ ആ വാട്ടർ മൊത്തവും വെളിയിൽ വരും. നമ്മളൊരു 1-2 മിനിറ്റ് അതൊന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ഈ ഉപ്പിൻ്റെ മയം കൊണ്ട് ഇതിനകത്തുള്ള ഫുള്ള് വെള്ളവും നമുക്ക് വെളിയിലെടുക്കാൻ പറ്റും. ആ സമയം കൊണ്ട് നമുക്ക് ഒരു സവാള വെട്ടി ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നുറുക്കി വെച്ചേക്കാം. ഇതിപ്പോൾ ഞാനൊരു പാതി ക്യാബേജ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു സവാള മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ കൂട്ടുക. അതുപോലെ തന്നെ ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, 2 പച്ചമുളക്. ഈ ഇത്രയും സാധനം മാത്രം മതി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി. കുറച്ച് പിന്നെ തേങ്ങയും കൂടെ വേണം. ഈ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിനകത്ത് വെളിച്ചെണ്ണ, ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ, തോരനൊക്കെ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. സോ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണേ. അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണ കുറച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കുക. നമുക്ക് ഈ സമയം നമുക്ക് ആ ഒരു എക്സസ് ആയിട്ടുള്ള വാട്ടർ മൊത്തം നമുക്ക് ഇങ്ങനെ സ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, കുറച്ചായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനകത്ത് ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ വെളിയിൽ വരും. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോണം. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാൽ തിരുമ്മിയിട്ടുള്ള കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, പിന്നെ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. സോ ഞാൻ എൻ്റെ റെസിപ്പി ചെയ്യുന്ന ഫുൾ ടൈമിൽ ഞാൻ ഇതിനകത്ത് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ഈ സമയം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ നമ്മൾ തിരുമ്മി എടുത്തിട്ടുള്ള ക്യാബേജും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുക. നമുക്ക് നന്നായിട്ടൊരു മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 5 മിനിറ്റിന് മുകളിൽ വേണ്ട ഇതിന് മൊത്തത്തിൽ, ഈ ഒരു പ്രോസസ്സിന്. ഇതുപോലെ ഈ വെള്ളം കളഞ്ഞിട്ട് നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് ക്യാബേജിന്. ഇഷ്ടമില്ല എന്നുള്ളവരും നന്നായിട്ട് കഴിച്ചോളും. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 പിടി തേങ്ങയാണ് ഇതിന് ആവശ്യമുള്ളത്. ഞാൻ എപ്പോഴും തേങ്ങ ഇതുപോലെ തിരുമ്മി ബാക്കിയുണ്ടെങ്കിൽ അതിന് ഞാൻ ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റോർ ചെയ്ത തേങ്ങയാണ്. ഒരു 2 പിടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ അരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങ് നമ്മൾ തിരുമ്മിയ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ജസ്റ്റ് ഉപ്പുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യുവാണ്. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഈ തിരുമ്മിയ സമയം നമ്മൾ ഇട്ടിട്ടുള്ള ഉപ്പന്നെ ക്യാബേജിനകത്ത് ആവശ്യത്തിന് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചിട്ടുണ്ട് അതൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവും നിങ്ങൾ നോക്കി, പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നല്ല ഡ്രൈ ആയിട്ട് ക്യാബേജ് തോരൻ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കരിവേപ്പില. അപ്പം നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഒരു ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിനിയൊരു മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ.